السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من كل شيطان وهامة ومن كل عين لامة. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الخلق أجمعين محمد صلى الله عليه وسلم وعلى آله وصحابته أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا في أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون. فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون. حتى إذا فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. صدق الله العلي العظيم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. صفحہ دہر سے باطل کو مٹایا ہم نے نوع انسان کو غلامی سے چھڑایا ہم نے. تیرے کعبے کو جبینوں سے بسایا ہم نے تیرے قرآن کو سینوں سے لگایا ہم نے. دشت تو دشت ہے دریا بھی نہ چھوڑا ہم نے. دشت تو دشت ہے دریا بھی نہ چھوڑا ہم نے. بحر ظلمات میں دوڑا دیا کھوڑا ہم نے. حیدری فقر ہے نہ دولت عثمانی ہے. تیرے آبا سے تجھے کیا نسبت روحانی ہے.
थे तो वो आबा तेरे मगर तुम क्या हो, हाथ पर हाथ धरे मुंतज़िरे फरदा हो। तुझे आबा से अपने कोई निस्बत हो नहीं सकती, कि तू गुफ्तार वो किरदार तू साबित व सയ്യാറ। ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന അഭിവന്ദരായ അതാഉല്ലാ മാസ്റ്റർ അവറുകളെ, ഈ റിലീഫ് കമ്മിറ്റിയുടെ അഭ്യുദയകാംക്ഷയും ഏറെക്കാലം വിദേശത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുള്ള എന്റെ അഭിവന്ദരായ അബ്ദുസലാം ഹാജി അവറുകൾ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ സുഹൃത്ത് നജീബ്, ഈ ഉദിനൂർ മഹല്ല് പ്രദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എന്റെ അഭിവന്ദരായ മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം അല്ലാഹു സ്വീകരിക്കുന്ന വലിയൊരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇത് റമദാനിന്റെ രാവുകളാണ്. പകലിൽ നോമ്പനുഷ്ഠിച്ച് തറാവീഹും കഴിഞ്ഞ് ആണ് ഇനിയൊരു സുദീർഘമായ ഒരു ഭാഷണത്തിന് ഞാൻ നിങ്ങളും ഒരുങ്ങിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സ്വീകരിക്കുമെങ്കിൽ വലിയ അമലുകളാണ്. അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വർഷങ്ങളായി നടന്നു വരുന്ന റിലീഫ് പ്രവർത്തനങ്ങൾ, അതിന്റെ ശൈലി എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു എന്ന് പറയാതെ വയ്യ. ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കാറുണ്ട്, വിശേഷിച്ച് ഗൾഫിലൊക്കെ ഇഷ്ടം പോലെ നടക്കാറുണ്ട്. വിദേശത്ത് നിന്നാണ് അതിന്റെയൊക്കെ ഫണ്ട് സ്വരൂപിക്കലും അതിന്റെ കാര്യമായ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കാറുള്ളത്. അത്തരം വേദികളിലൊക്കെ സംസാരിക്കേണ്ട അവസരം വരുമ്പോ ഞാൻ വിനയപുരസ്സരം ആവശ്യപ്പെട്ടിരുന്നൊരു സംഗതിയാണ്, ഉദിനൂർ പ്രദേശത്തുകാരായ നിങ്ങൾ അത് ഒരുപാട് നാളുകൾക്ക് മുമ്പേ തുടങ്ങി വെച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇതുപോലെയുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ കണ്ണുനീർ ഒപ്പിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ടൊരു കണ്ണുനീർ ഒലിച്ചുകൂടാ. അത് പരമാവധി സ്വകാര്യമാക്കി വെക്കേണ്ടതാണ്. അതായിരുന്നു എന്റെ ഏറ്റവും കടുത്ത വാശിയേറിയ ആവശ്യം. അതാണ് നമ്മുടെ നാടുകളിൽ റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ പർവ്വതീകരിക്കുകയും അതിനെ ഫോട്ടോഗ്രാഫർമാരൊക്കെ കൊണ്ടുവന്ന് പത്രങ്ങളിലും അല്ലാതെയുമൊക്കെ പരസ്യപ്പെടുത്തി പാവപ്പെട്ട ആളുകളുടെ സ്റ്റേജിൽ വിളിച്ചു കൊണ്ടുവന്ന് അവരെ സഹായിക്കുന്നത് തീർത്തും അഭിമാനികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണ്. ഇസ്ലാം സ്വതക്കയും സകാത്തും വിതരണം ചെയ്യേണ്ട രീതി പഠിപ്പിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് സ്വകാര്യമായിരിക്കണം. അത് ആവശ്യക്കാരന്റെ വീട്ടുപടിക്കലേക്ക് എത്തിച്ചു കൊടുക്കലാണ്. അവരെ വിളിച്ച് പബ്ലിസൈസ് ചെയ്തിട്ട് അവരെ അപമാനിക്കരുത്. നമ്മളൊരു ഉപകാരമാ ചെയ്യുന്നത്, പക്ഷെ അത് പരസ്യപ്പെടുത്തുന്നതിലൂടെ ഇത്തരം പാവപ്പെട്ട ആളുകളുടെ മനസ്സൊക്കെ വേദനിക്കുന്നുണ്ടാകും. ഏതെങ്കിലും ഒരു കാലത്ത് അല്ലാഹു അവർക്ക് നിഅമത്ത് ചെയ്താൽ ആളുകൾ പറയില്ലേ അതൊക്കെ ഞങ്ങൾ സഹായിച്ചതല്ലേ എന്ന്. അത് പറയാൻ അവസരമുണ്ടാകരുത്. സ്വകാര്യമായിരിക്കണം. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അതാഉല്ലാ മാസ്റ്റർ, അതിന്റെ പേരിൽ ഞാൻ വളരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ആരെല്ലാം മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ, ആരെല്ലാം മനസ്സ വാച കർമ്മണ സഹായിക്കുന്നുണ്ടോ, എല്ലാവർക്കും അല്ലാഹു തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിർധനരായ ആളുകൾക്കുള്ള വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് ഉടനെ പൂർത്തിയാക്കി 1 വർഷത്തിൽ 1 വീട് എന്ന രീതിയിൽ നമ്മുടെ നാടുകളിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ മഹാനായ പണക്കാട് തങ്ങളുടെ പേരിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ റിലീഫ് പ്രവർത്തനങ്ങൾ തീർത്തും അഭിനന്ദനം അർഹിക്കുന്നു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും പ്രതിഫലം അർഹിക്കുന്നു. അള്ളാഹു അതിന്റെ തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മാതൃകാ സമൂഹം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരൊറ്റ ഹദീസിന്റെ തണലിൽ ഈ മുഴുവൻ കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് ഞാൻ ഓതിവെച്ചത്. ഈ ആയത്തിൽ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്ന വിഷയം
ഒരു സമൂഹത്തെ അള്ളാഹു എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ്. ഒരു സമൂഹത്തെ അള്ളാഹു തർബീയത്ത് ചെയ്യുന്നതിന്റെ രീതികൾ എന്തൊക്കെയാണെന്നാണ്. അള്ളാഹു ഒരു സമൂഹത്തെ നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ എന്തു ചെയ്യും? അള്ളാഹുവിനൊരു സമൂഹത്തോട് ദേഷ്യമായാൽ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കും? ഇത് സൂചിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ തർബീയത്തിന്റെ രീതി പഠിപ്പിക്കുകയാണ് ഈ സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അർസൽനാ ഫീ ഉമമിൻ മിൻ ഖബ്ലിക്. നബിയെ, അങ്ങേക്ക് മുമ്പും എത്രയോ പ്രവാചകന്മാരെ ലോകത്തേക്ക് നാം നിയോഗിച്ചിട്ടുണ്ട്. നബിയെ, അള്ളാഹു ഏകനാണെന്ന് പഠിപ്പിക്കുവാനും മരണത്തിന് ശേഷം അനന്തമായ ഒരു ലോകം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനും 1,00,000-ലേറെ അമ്പിയാക്കന്മാർ കടന്നുപോയിട്ടുണ്ട്. നബിയെ, അങ്ങേക്ക് മുമ്പ്. ഈ ദൗത്യവുമായി വന്ന ഒറ്റപ്പെട്ട ഒരാളല്ല നബിയെ, അങ്ങേക്ക് മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. فأخذناهم بالبأساء والضراء لعلهم يتضرعون. അങ്ങനെ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി അമ്പിയാക്കന്മാർ രംഗപ്രവേശനം ചെയ്തപ്പോൾ فأخذناهم بالبأساء, ജനങ്ങൾക്ക് കടുത്ത പരീക്ഷണങ്ങൾ നാം നൽകിയിട്ടുണ്ട് നബിയെ. വല്ലറാഹ്, വളരെ ഭീഷണമായ പ്രയാസമേറിയ അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് നബിയെ. പട്ടിണി വന്നിട്ടുണ്ട്, കുടിക്കാൻ വെള്ളമില്ലാതെ തൊണ്ട വരണ്ട ദിവസങ്ങളോളം വിശപ്പടക്കി ത്യാഗം ചെയ്യേണ്ട അവസ്ഥ അങ്ങയുടെ മുൻ സമുദായങ്ങൾക്ക് അല്ലാഹു വരുത്തി വച്ചിട്ടുണ്ട്. സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കെ അവരുടെ ഭൂമികയിൽ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നബിയേ. അമ്പിയാക്കന്മാർ പറയുമായിരുന്നു, മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അമ്പിയാക്കന്മാർ ജീവിച്ചിരിക്കെ സത്യവിശ്വാസികളായ ആളുകളിലേക്ക് അല്ലാഹുവിന്റെ പരീക്ഷണം ഇറങ്ങിയപ്പോ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നഹ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഖുർആൻ മറ്റൊരിടത്ത് ചോദിക്കുകയാണ്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലത്തെ പ്രയാസങ്ങളൊന്നും അറിയാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലൂ, നിങ്ങളുടെ മുൻഗാമികൾക്ക് പ്രയാസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. മനസ്സമാധാനമില്ലാതെ, മനസ്സുഖമില്ലാതെ, കഷ്ടപ്പാടും യാതനകളുമായി കഴിഞ്ഞുകൂടവെ വസുൽസിലൂ, അവർ നിലകൊണ്ട ഭൂമിയെ അല്ലാഹു പിടിച്ചു കുലുക്കുകയും ചെയ്തപ്പോൾ, ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ്, അമ്പിയാക്കന്മാരും അവരുടെ കൂടെ നിന്ന ആളുകളും പറഞ്ഞുപോയി, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടുവോ? അല്ലാഹു നമ്മെ കൈവടിഞ്ഞോ എന്ന് അമ്പിയാക്കന്മാർ പോലും പറയുമാർ പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും അറിയാതെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുമോ? അല്ലാഹു ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓതി വെച്ച ആയത്തിലേക്ക് വരുന്നു. എന്തിനായിരുന്നു അല്ലാഹു പ്രയാസങ്ങൾ വരുത്തിവെച്ചത്? എന്തിനാണ് ലോകത്ത് അല്ലാഹു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എന്തിനാണ് പടച്ച തമ്പുരാൻ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കൊണ്ടുവന്നത്? ലഅല്ലഹും യതളറഊൻ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് അവർ താണുകേണു മടങ്ങാൻ വേണ്ടി, അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി പ്രയാസങ്ങൾ ഉണ്ടായി.
ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്ന പോലെ സമ്പത്തുള്ള ആളുകൾ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടാവില്ല എന്നാണ്. അത് മനുഷ്യന്റെ ഒരു സൈക്കിക് സ്റ്റേറ്റാണ്. മനുഷ്യന്റെ മാനസികമായൊരു നില അങ്ങനെയാണ്. അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുത്തു നന്നാവാൻ വേണ്ടിയിട്ട്. പരീക്ഷണം കൊടുത്തു നന്നായ ആളുകൾ അള്ളാഹു രക്ഷപ്പെടുത്തി. പരീക്ഷണം കൊടുത്തിട്ടും നന്നാവാതെ വന്നവർ അള്ളാഹു ചോദിച്ചു, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ നമ്മുടെ പ്രയാസങ്ങൾ വന്നപ്പോൾ, നമ്മിൽ നിന്ന് പരീക്ഷണങ്ങൾ വന്നപ്പോൾ എന്തേ അവർ അല്ലാഹുവിലേക്ക് മടങ്ങാതെ വന്നത്? وزين لهم الشيطان ما كانوا يعملون തിന്മകൾ മുഴുവനും നിർത്തിവെച്ച് എന്തുകൊണ്ട് സമൂഹം അല്ലാഹുവിലേക്ക് തിരിച്ചു വന്നില്ല? അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകൾ തന്നെ ശരിയെന്ന് പിശാചവരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്തേ അവർ തോന്നിവാസങ്ങൾ നിർത്തിവെക്കാതിരുന്നത്? എന്തുകൊണ്ട് മദ്യപാനവും വ്യഭിചാരവും നിർത്തിയില്ല? എന്തുകൊണ്ട് കൊള്ളയും കൊള്ളിവെപ്പും നിർത്തിയില്ല? എന്തുകൊണ്ട് അനാചാരങ്ങൾ അവസാനിപ്പിച്ച് അല്ലാഹുവിലേക്ക് തിരിച്ചു വന്നില്ല? അല്ലാഹു ചോദിക്കുകയാണ്. അല്ലാഹു എന്ത് ചെയ്തു? ഏതൊരു വിഷയം ഓർമ്മപ്പെടുത്താനായിരുന്നുവോ അവർക്ക് പരീക്ഷണങ്ങൾ കൊടുത്തത്, ആ വിഷയം അവർ ഓർക്കാതെ വന്നപ്പോ, പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് നന്നാകാതെ വന്നപ്പോ അല്ലാഹു എന്ത് ചെയ്തു? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ സർവത്തിന്റെയും കവാടങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ നാം തുറന്നു കൊടുത്തു. അല്ലാഹു പറയാണ്, എല്ലാ തിന്മയുടെയും കവാടങ്ങൾ അല്ലാഹു തുറന്നു വെച്ചു കൊടുത്തു. തിന്മകൾ ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളും, അതിന് വണ്ടിയും കാശും സംവിധാനങ്ങളും ടെക്നോളജിയും എല്ലാം അല്ലാഹു അങ്ങോട്ട് തുറന്നു കൊടുത്തു. ഏത് എക്സ്റ്റെന്റ് വരെ മനുഷ്യൻ പോകുമെന്ന് നോക്കാൻ. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ എല്ലാറ്റിന്റെയും കവാടങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു തുറന്നു കൊടുത്തു. അല്ലാഹു മുൻ സമുദായങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇത് അല്ലാഹുവിന്റെ രീതിയാണ്. എല്ലാം കൂടെ തുറന്നു വെച്ചു കൊടുത്തു. പരീക്ഷണങ്ങളെ കൂടെ നന്നാകാതെ വന്നപ്പോ സർവ്വസുഖങ്ങളും. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അവർക്ക് നൽകപ്പെട്ടതിൽ സന്തുഷ്ടരായി മതിമറന്ന് സന്തുഷ്ടരായി ജീവിച്ചിരിക്കെ അഖദ്നാഹും ബഗ്തതൻ വളരെ പെട്ടെന്ന് നാം അവരെ പിടികൂടുകയുണ്ടായി. ഫഇദാഹും മുബ്ലിസൂൻ അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഈ ഒരൊറ്റ ആയത്ത് ഇത് മാത്രം മതി അല്ലാഹു എന്താണ് ഈ ലോകത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ചരിത്രത്തിലൂടെ അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ചരിത്രം സൃഷ്ടിക്കാതിരിക്കുക. അതാണ് തിന്മയുടെ ചരിത്ര സൃഷ്ടി നമ്മിൽ നിന്നുണ്ടാകരുത്. ഇതിലേക്കുള്ള സൂചനയാണ് പരിശുദ്ധ ഖുർആൻ ഈ നൽകുന്നത്. സൗദി അറേബ്യയുടെ ഈസ്റ്റ് സൗത്തിലേക്ക് മാറിയിട്ട് UAE-യുടെയൊക്കെ സൗദിയുടെ നോർത്ത് ഈസ്റ്റിലേക്കും UAE-യുടെ സൗത്ത് ഈസ്റ്റിലേക്കും മാറിയിട്ട് പ്രവിശാലമായ ഒരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയുടെ പേര് ദി എൻറ്റി ക്വാർട്ടർ എന്നാണ്. റുബുൽ ഖാലി എന്ന് പറയുന്ന പ്രദേശം. ആർക്കിയോളജിക്കൽ സർവേ കണ്ടെത്തിയിട്ടുള്ളത് ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവിച്ചിരുന്ന വലിയൊരു സാമ്രാജ്യത്തെ ഭൂമിക്കടിയിലേക്ക് മറിച്ചിടപ്പെട്ട ഒരു പ്രദേശമാണ്. ഏറ്റവും ഭീഭത്സമായ സാൻഡ് ഡ്യൂണുകളുള്ള മരുഭൂമി ഒന്നേ ഒന്നുള്ളൂ, അത് ഈ റുബുൽ ഖാലിയാണ്. എംറ്റി ക്വാർട്ടർ എന്ന് പറയുന്ന ഈ മരുഭൂമിയാണ്. വലിയ മരുഭൂമിയുണ്ട്, സഹാറ മരുഭൂമി. തീർത്തും മനുഷ്യന് ഉപയോഗപ്രദമല്ലാത്ത അത്രയും ഡേഞ്ചറായ ഒരു പ്രദേശം ലോകത്ത് വേറെയില്ലെന്നാണ്. എന്താ സംഭവിച്ചത്? സംസ്കാരങ്ങളെ കീഴ്മേൽ മറിച്ചിടപ്പെട്ടതാണ്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമുദായമുണ്ടായിരുന്നു. സൊഡോം എന്ന് പറഞ്ഞ സദൂമിൽ ജീവിച്ചുപോയവർ, ലോകത്ത് മനുഷ്യർ അതുവരെ ചെയ്തിട്ടില്ലാത്ത തിന്മയെ തുടങ്ങി വെച്ചവർ, അവരെ അല്ലാഹു കീഴ്മേൽ മറിച്ചിട്ടിട്ടുണ്ട്. അത് കുറച്ചങ്ങ് മാറി ഡമസ്കസിനപ്പുറം പലസ്തീനിനപ്പുറം ചാവുകടലിന്റെ അടുത്ത് ഡെഡ് സീയുടെ അടുത്താണ് കിടക്കുന്നത്. അതിന്റെയൊക്കെ മുമ്പ് ഇങ്ങ് സൗദിയുടെ മധ്യത്തിൽ കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് നമ്മൾ ഈ പറയുന്ന എംറ്റി ക്വാർട്ടർ. അല്ലാഹു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്.
മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ഇറാഖിലെ ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലുള്ള ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ്. നമ്മുടെ മക്കളൊക്കെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്നവരാണ്. മെസപ്പൊട്ടോമിയൻ നാഗരികത, അവിടെയാണ് നൂഹ് അലൈഹിസ്സലാം വന്നത്. അവിടെയാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തെ വെള്ളപ്പൊക്കമുണ്ടായത്. അവിടെ നിന്ന് പൊങ്ങിയ വെള്ളത്തിലാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ അങ്ങ് സഞ്ചരിച്ച് തുർക്കിയുടെ വടക്കേ അറ്റത്തൊക്കെ ചേർന്ന് അറാറത്ത് പർവ്വതത്തിന്റെ മുകളിൽ ജൂതി പർവ്വത മലമടക്കുകളിൽ നങ്കൂരമിട്ടത്. ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ ഖുർആൻ ചർച്ച ചെയ്ത ചരിത്രങ്ങളാണ്. എത്രയോ സമുദായങ്ങളെ അള്ളാഹു കൈകാര്യം ചെയ്ത രീതിയാണ് ഈ പറയുന്നത്. അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും. അതിലും നന്നാകാതെ വരുമ്പോൾ അള്ളാഹു സർവ്വതിന്മയുടെയും കവാടങ്ങൾ അവർക്ക് തുറന്നു വെച്ചു കൊടുക്കും. അവരിഷ്ടം പോലെ ചെയ്തു കൂട്ടാൻ പിന്നെ അള്ളാഹു അവരെ പിടിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഖുർആനിന്റെ സമീപനത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുകയാണ് ഈ സദസ്സ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഏത് സ്റ്റേജിലാണ്? കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിലാണോ നമ്മൾ? അതല്ല, അത് മാറിയിട്ട് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ മുമ്പിൽ തിന്മയുടെ സർവ്വവാതായനങ്ങളും അള്ളാഹു തുറന്നു വെച്ച് സമൂഹത്തെ പിടികൂടാൻ അള്ളാഹുവിന്റെ ശിക്ഷയുടെ കഠിനമായ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന്റെ യുവതലമുറയെ അള്ളാഹു ഹിദായത്തിലേക്ക്, നന്മയിലേക്ക് നയിക്കുമാറാകട്ടെ. നമ്മളാണ് ഈ പ്രപഞ്ചത്തിന്റെ നാശം എപ്പോൾ വേണമെന്ന് നിശ്ചയിക്കുന്നത്. നമ്മളാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു എപ്പോൾ നശിപ്പിക്കണം എന്ന് അള്ളാഹുവിന്റെ മുഅല്ലഖായ ഒരു തീരുമാനത്തിന്റെ കാരണങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മളാണ്. പറഞ്ഞു വരുന്നത്, അന്ത്യനാൾ സംഭവിക്കേണ്ടത് എപ്പോൾ സംഭവിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം ചെയ്തു പറഞ്ഞു. അത് മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ സമൂഹത്തിന്റെ സംസ്കാരം എപ്പോഴാണോ തകർന്നടിയുന്നത്, പാശ്ചാത്യന്റേതുപോലെ മൃഗതുല്യമായ സംസ്കാരമായി മുഅ്മിനിന്റേത് എപ്പോൾ മാറുമോ അവിടെ തുടങ്ങുന്നു അന്ത്യനാളിന്റെ അടയാളങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ലാ തഖൂമുസ് സാഅതു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ മാത്രം ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലെ അന്ത്യനാൾ സംഭവിക്കുകയുള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മോശപ്പെട്ടവർ മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ സർവമാന സംവിധാനങ്ങളെയും അല്ലാഹു തകർത്തടിയുകയും തകർത്ത് തരിപ്പണമാക്കി ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്ന് അല്ലാഹു പറയുന്നത്. കടലുകൾ കരകവിഞ്ഞൊഴുകുമെന്ന് പറയുന്നത്. കടലുകൾ കത്തിക്കപ്പെടുമെന്ന് പറയുന്നത്. ഭീമാകാരങ്ങളായ ഗോള സമൂഹങ്ങൾ, താരകങ്ങളെ അല്ലാഹു ഉതിർത്തി വീഴ്ത്തുന്നത് എല്ലാം ഭൂമിയിൽ ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരം മാറുമ്പോഴാണ്, അവർ അല്ലാഹുവിൽ നിന്ന് അകലുമ്പോഴാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ. അലം നജ്അലിൽ അർള മിഹാദാ. ഈ ഭൂമിയെ നിങ്ങൾക്ക് നാം തൊട്ടില് പോലെ മനോഹരമായി സംവിധാനിച്ചില്ലയോ? അല്ലാഹു ചോദിക്കാൻ. എന്തായി തൊട്ടിലെന്ന് പറഞ്ഞാൽ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മനോഹരമായി കുഞ്ഞിനെ ഉറങ്ങാൻ ഇടം നൽകുന്ന, അവസരം നൽകുന്ന വേദിയാണ് തൊട്ടില്. മിഹാദ്, ക്രാഡിൽ, കുട്ടിയുടെ മടിത്തട്ടില് പോലെ ഈ ഭൂമി അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ചില്ലയോ? വൽ ജിബാല ഔതാദ. പർവ്വതങ്ങളെ നിങ്ങൾക്ക് നാം സ്ഥായിയായി ഭൂമിയെ ചാഞ്ചാടാതെ നിലനിർത്താനുള്ള ഭൂമിക്ക് മേൽ ആണിയടിച്ചതുപോലെ പർവ്വതങ്ങളെ സ്ഥാപിച്ചു തന്നില്ലയോ? പിന്നെ എന്തേ ഇവിടെ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത്? പിന്നെ എന്തേ ഇവിടെ സുനാമികൾ ഉണ്ടാകുന്നത്? പിന്നെ എന്തേ ഇവിടെ ഭൂവൽക്കങ്ങൾ ഉണ്ടാകുന്നത്? എന്തേ പിന്നെ ഇവിടെ അഗ്നിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് പിന്നെ കൊടുങ്കാറ്റുകളും പ്രളയങ്ങളും ഉണ്ടാകുന്ന ചോദ്യചിഹ്നമാണ്. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്.
മനുഷ്യൻ ചെയ്ത തിന്മകൾ കൊണ്ട് കരയിലും ഭൂമിയിലും നാശം വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. എപ്പോഴാ നാശമുണ്ടായത്? മനുഷ്യൻ തിന്മ ചെയ്തപ്പോ. ലോകത്തെ ടെക്നോളജി ഏറ്റവും കൂടുതൽ ലോകത്തിന് സമ്മാനിച്ച രാജ്യമാണ് ജപ്പാൻ. ജപ്പാൻകാരനെ പോലെ ടെക്നോളജി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സയന്റിസ്റ്റുകളില്ല. സുബ്ഹാനല്ലാഹ്. സുനാമി പോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസ്, ഭൗമികപരമായ അപകടങ്ങൾ അതിജീവിക്കാനുള്ള സെറ്റപ്പുകൾ ജപ്പാൻകാരന്റെ നാട്ടിലെ വീടുകൾക്കുണ്ട്. സുനാമി റെസിസ്റ്റന്റുകളായ സംവിധാനങ്ങൾ അവരുടെ കരയിലുണ്ട്, കടലിലുണ്ട്. എന്നിട്ടെന്തേ അല്ലാഹുവിന്റെ കടലങ്ങ് ക്ഷോഭിച്ചപ്പോ ജപ്പാനുകാരൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതൊരു സൂചനയാണ്. ഇത് ജപ്പാൻകാരന് സാധ്യമല്ലെങ്കിൽ ലോകത്തെ ടെക്നോളജിയുടെയോ ഭൗതിക സൗകര്യങ്ങളുടെയോ പേരിൽ അഹങ്കരിക്കുന്ന ഒരു രാജ്യത്തിനും സാധ്യമേ അല്ല. ഇത് അല്ലാഹു നൽകുന്ന സൂചനയാണ്. ഹാറൂൻ യഹ്യ എന്ന് പറയുന്ന ഒരു ആധുനിക പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, harunyahiya.com എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള വസ്തുതകൾ, ഇസ്ലാമിക് ഒരുപാട് ഡോക്യുമെന്ററികൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയാ 2005 ഉണ്ടായതിനേക്കാൾ 3 ഇരട്ടി ഭൂമിയുടെ ഭൂചലനങ്ങൾ ഇപ്പൊ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ്. 3 ഇരട്ടിയാണ് ഭൂമിയുടെ ഭൂചലനങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പത്രത്തിൽ ചെറിയൊരു ന്യൂസ് വരും, ഇത്ര റിക്ടർ സ്കെയിൽ 5.2, റിക്ടർ സ്കെയിൽ 6.7. എന്താണ് ഈ പറയുന്നത്? ആൾനാശമില്ലെങ്കിൽ അതൊരു വാർത്തയല്ല. ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അനക്കം തുടങ്ങിയിട്ടുണ്ട്. അനക്കം തുടങ്ങിക്കഴിഞ്ഞു. ഭൂമിയുടെ സർവഭാഗങ്ങളിലും അനക്കം തുടങ്ങി. ഇത് ബുദ്ധിയുള്ള മനുഷ്യന് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ അനങ്ങുകയാണെന്ന് ശാസ്ത്രകാരന്മാർ, സയന്റിസ്റ്റ് പറയുന്ന ഭൂചലനം എന്തുകൊണ്ട് പ്രവചിക്കാനോ അതിജീവിക്കാനോ മനുഷ്യന് സാധ്യമല്ല തന്നെ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. മനുഷ്യന് ഇത്രേ ചോദിക്കാൻ പറ്റുള്ളൂ, എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മനുഷ്യനെ തടുക്കാൻ പറ്റാത്ത അള്ളാഹുവിന്റെ അപകടങ്ങൾ, അള്ളാഹു നൽകുന്ന സൂചനകൾ മനുഷ്യ സംസ്കാരത്തിലേക്കുള്ള ചൂണ്ടുപലകകളാണ്. എവിടെയാണ് മുസ്ലിം നിൽക്കുന്നത്? ഇവിടെ അപകടങ്ങൾ വരുത്തിവെക്കുന്നത് മുസ്ലിമിന്റെ സംസ്കാരമെന്ന പരിശുദ്ധ ഖുർആൻ. നമ്മൾ നമ്മുടെ സംസ്കാരം ഊരിവെച്ച് താഴെ വെച്ച് അന്യന്റേത് മേലങ്കി അണിഞ്ഞാൽ അള്ളാഹു ഇവിടെ നാശങ്ങൾ വരുത്തിവെക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, ആയിഷ, അള്ളാഹു ഈ ലോകത്തെ ഒന്നാകെ നശിപ്പിക്കുന്നതിന് പകരം, നശിപ്പിക്കുന്നതിന്റെ മുമ്പായി ഈ പ്രപഞ്ചത്തിൽ 3 അപകടങ്ങൾ നടക്കാനിരിക്കുന്നു. ഒന്ന് ഖസ്ഫൻ ബിൽ മശ്രിഖി വഖസ്ഫൻ ബിൽ മഗ്രിബി വഖസ്ഫൻ ബിജസീറത്തിൽ അറബ്. ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരു ഖസ്ഫ് നടക്കും. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്നിട്ട് അതിലേക്ക് ആളുകൾ, നഗരങ്ങൾ, സാമ്രാജ്യങ്ങൾ ഒന്നാകെ വീഴുന്നതാണ്. 2012 എന്ന് പറഞ്ഞ അമേരിക്കക്കാരൻ ഒരു അനിമേഷൻ മൂവി ഉണ്ടാക്കിയിട്ടുണ്ട്, ലോകാവസാനത്തിന്റെ ചിത്രം കാണിച്ചു തരാൻ. മനുഷ്യന്റെ അനിമേഷനല്ല, മൂവി മേക്കറെടുത്ത് കളിക്കുന്ന കളിയല്ല. അള്ളാഹുവിന്റെ ഖിയാമത്ത് എന്ന് പറയുന്നത്, അല്ലാഹു തആല നടത്തുന്ന ഭൂമിയെ അള്ളാഹു നശിപ്പിക്കാൻ പോകുന്നത്. മനുഷ്യൻ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നില്ലെങ്കിൽ, സമൂഹങ്ങൾ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണിതൊക്കെ? ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന അപകടം ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നടക്കും. നമ്മളൊക്കെ, ഇന്ത്യയൊക്കെ ഈസ്റ്റേൺ, ഫാർ ഈസ്റ്റിലും മിഡിൽ ഈസ്റ്റിലും പെടുന്ന പ്രദേശങ്ങളാണ് നമ്മളൊക്കെ. വഖസ്ഫൻ ബിൽ മഗ്രിബി, പടിഞ്ഞാറ് വെസ്റ്റേൺ രാജ്യങ്ങളിലും ഒന്ന് നടക്കും. വഖസ്ഫൻ ബിജസീറത്തിൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലും ഒരു ഖസ്ഫ് നടക്കുമെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? അറേബ്യൻ പെനിൻസുലയിൽ വരുന്ന രാജ്യങ്ങൾ: യമൻ, സൗദി അറേബ്യ, ഒമാൻ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖിന്റെ ഏതാനും ഭാഗം. ഇത് കൂടുന്ന പ്രദേശത്തിനാണ് ജസീറത്തുൽ അറബ് എന്ന് പറയാം. അറേബ്യൻ പെനിൻസുല.
ഇവിടെയും ഒരു ഭൂചലനം, ഒരു പിളരുന്ന അനുഭവം നടക്കുകയും ഭൂമി പിളർന്നിട്ട് എല്ലാവരും നഗരങ്ങൾ ജനങ്ങളും മുഴുവനും അതിലേക്ക് കൂപ്പുകുത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞപ്പോ യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, ആദ്യത്തേതും അവസാനത്തേതുമായ മുഴുവൻ ആളുകളും അതിൽ പെട്ടുപോകുമെന്ന് പറയവേ നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി, നബിയേ അയുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം വഫീഹിമുസ് സാലിഹൂൻ, സജ്ജനങ്ങളായ ആളുകൾ ജീവിച്ചിരിക്കെ അത് നടക്കുമോ? നല്ല ആളുകൾ ജീവിച്ചിരിക്കെ അവരും ഇതിൽ പെട്ടുപോകുമോ നബിയെ? ജസീറത്തുൽ അറബിലാണല്ലോ മക്കയുള്ളത്, അവിടെയാണല്ലോ മദീനയുള്ളത്. മക്ക അല്ലാഹുവിന്റെ ഹറമാണ്, അല്ലാഹുവിന്റെ ഹോളി സാങ്ച്വറിയാണ് പരിശുദ്ധ മക്ക. പരിശുദ്ധ മക്കയിലും പരിശുദ്ധ മദീനയിലും ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ അവരും പെട്ടുപോകുമോ നബിയെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. തങ്ങളുടെ മറുപടി അതേ, അവർ മുഴുവനും പെട്ടുപോകും. എന്തേ നബിയെ? അതിനൊക്കെ കാരണം എല്ലാവരും ഹറമിലുള്ള മുഴുവൻ ആളുകൾ അടക്കം ജസീറത്തുൽ അറബിലെ മുഴുവൻ രാജ്യക്കാരും അപകടപ്പെടുന്ന ഈ അപകടം എന്തുകൊണ്ട് നടക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി നമ്മുടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്കുള്ള സൂചനയാണ്. ഇദാ ഫശാ ഫീഹിമുൽ ഖുബുസ്, എന്റെ സമുദായങ്ങൾ, എന്റെ സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിച്ചു പോയാൽ അല്ലാഹു ഇങ്ങനെ നടത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വെച്ച് ആലോചിക്കണം, പ്രപഞ്ചത്തിന്റെ നാശം വരുത്തിവെക്കുന്നത് ആരാണ്? എവിടെ നിന്നാണ്? അഷ്റഫുൽ ഖൽഖ് 15 വസ്തുതകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ ചെറിയൊരു പര്യടനം നടത്തുക മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇദത്തുഖിദൽ ഫൈഉ ദിവലൻ വൽ അമാനതു മഗ്നമൻ വസ്സകാതു മഗ്റമൻ വതുഉല്ലിമ ലിഗൈരിദ്ദീൻ. തങ്ങളിങ്ങനെ പറഞ്ഞ് അവസാനമെത്തുമ്പോ ഇത്തരം 15 കാര്യങ്ങൾ എന്റെ സമൂഹത്തിൽ കാണാൻ തുടങ്ങിയാൽ ഫർതഖിബു, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. റീഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബഅ കനിദാമിൻ ബാലിൻ ഖുതിഅ സിൽകുഹു ഫതതാബഅ. ചമൽ കാറ്റുകളും ചുവന്ന കാറ്റുകളും ചുടുകാറ്റുകളും ഭൂചലനങ്ങളും ഭൂമി പിളരുന്നതും ആകാശത്തുനിന്ന് ചരൽ മഴ വർഷിക്കുന്നതും തുടരെയായി ഒരു മാലയുടെ ചരടച്ചുപോയാൽ അതിന്റെ മുത്തുമണികൾ വീഴുന്ന പോലെ ഒന്നിനു പിറകെ മറ്റൊന്നായി അപകടങ്ങൾ നിങ്ങളെ പിടികൂടുന്നതും കാണാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 15 കാര്യം നമ്മൾ അങ്ങോട്ട് വിസ്മരിച്ചാൽ ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ഈ 15 വസ്തുതകൾ തുടച്ചു നീക്കുകയാണ് മാതൃകാ സമൂഹത്തിന്റെ ഡ്യൂട്ടി. ഒന്ന്, ഇദത്തുഖിദൽ ഫൈഉ ദിവലൻ, എന്റെ സമുദായത്തിന്റെ പൊതുമുതലുകൾ ദുരുപയോഗം ചെയ്യപ്പെടരുത്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മനുഷ്യന്മാരെ വിശ്വസിച്ച് കൈപ്പറ്റുന്ന അവരുടെ സമ്പത്ത്, അത് ബിസിനസ്സിനാവട്ടെ അല്ലാത്തതിനാകട്ടെ, ഏത് പേരിലായാലും, പള്ളിയുടെയോ മദ്രസയുടെയോ സ്ഥാപനത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ എന്തിന്റെ പേരിലാകട്ടെ, അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളുടെ കൈകളിൽ നിന്ന് വാങ്ങിക്കൂട്ടിയിട്ട് വഞ്ചന ചെയ്യുന്നൊരു സാഹചര്യം എന്റെ ഉമ്മത്തിൽ വന്നാൽ, വഞ്ചനകളുടെ ഫ്രോഡുകളുടെ ഒരുപാട് കഥകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാം ഫ്രോഡ്. പലരും മിണ്ടില്ല പെട്ടുപോയാൽ. ഷെയർ മാർക്കറ്റുകൾ പൊളിയുകയാണ് അല്ലേ? കൂട്ടായി കച്ചവടം തുടങ്ങുന്ന ആളുകൾ 1-2 വർഷം കഴിഞ്ഞാൽ പിന്നെ ആ ജന്മ ശത്രുക്കളാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാരോട് അതും ഇതും പറഞ്ഞ് എത്ര തട്ടിപ്പുകൾ, ഫ്ലാറ്റ് തട്ടിപ്പുകളും അല്ലാത്തതും റിയൽ എസ്റ്റേറ്റ് നോക്കുമ്പോഴായിട്ട് എന്തൊക്കെയാ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇദത്തുഖിദൽ ഫൈഉ ദിവലൻ, സമൂഹത്തിന്റെ പൊതുമുതലുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് അപകടമാണ്. തങ്ങൾ പറയുന്നു, വൽ അമാനതു മഗ്നമൻ, വിശ്വസ്തത കിട്ടാക്കനിയായി മാറിയാൽ, വിശ്വസിക്കാൻ പറ്റൂല എന്ന അവസ്ഥ വന്നാൽ, ജ്യേഷ്ഠനെ അനിയനെ ജ്യേഷ്ഠനെയും വാപ്പാക്ക് മക്കളെയും മക്കൾക്ക് വാപ്പയെയും വിശ്വസിക്കാൻ കഴിയാതെ വന്നാൽ സാമ്പത്തിക ഇടപാട് നടത്താൻ പ്രയാസം. എല്ലാത്തിനും ഓക്കെയാണ്, പക്ഷേ ഒരു ഫൈനാൻഷ്യൽ ഡീലിങ്സ് ഇതൊന്നും ആളെ പറ്റൂല. സുബ്ഹാനല്ലാഹ്.
വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്നത്, ഈ സമൂഹത്തിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയാണ്. വിശ്വസ്തതയുടെ പാരമ്പര്യം കാണിച്ചു തന്നവരാണ് ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ. ഹൈദരി ഫഖർ ഹേ ന ദൗലത്തെ ഉസ്മാനി ഹേ തുझे आबास अपने क्या निस्बते रूहानी है. അലി റളിയല്ലാഹു അൻഹുവിന്റെ ദാരിദ്ര്യവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പന്നതയും മുസ്ലിമിന്റെ പക്കലുണ്ടോ? ദാരിദ്ര്യമുണ്ട്, പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റേതുപോലെ അഭിമാനകരമായ ഒരു ഫഖർ, ഒരു ദാരിദ്ര്യം ഇന്നുണ്ടോ? ന ദൗലത്തെ ഉസ്മാനി ഹേ, സമ്പത്തുണ്ട്, പക്ഷേ അല്ലാഹുവിന് വേണ്ടി ത്യാഗവും സമർപ്പണവും ചെയ്ത ഉസ്മാനി ദൗലത്തുന്നുണ്ടോ എന്ന് ഇഖ്ബാൽ ചോദിച്ചു. തുझे आबास अपने क्या निस्बते रूहानी है, നിന്റെ പിതാക്കന്മാരോട് എന്ത് ആത്മീയ ബന്ധമാണ് നിനക്കുള്ളത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 100ഓളം സഹാബികളെ പറഞ്ഞയച്ചു ഇറാനിലേക്ക്, കിസ്റയുടെ കൊട്ടാരത്തിലേക്ക്. കിസ്റയുടെ കൊട്ടാരം ഇസ്ലാമിന് അധീനപ്പെടുകയാണ്. കിസ്റയുടെ കൊട്ടാരത്തിലെ സ്വത്ത് ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് വരാൻ പോകുന്നു, ബൈത്തുൽ മാലിലേക്ക്. എത്രയാണെന്നോ? ക്ഷേത്രം തുറന്നു നോക്കിയപ്പോ കണ്ടതുപോലൊന്നുമല്ല. കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിൽ എന്നൊരു ഏക ഒറ്റ കാർപ്പറ്റുണ്ട്, സിംഗിൾ, ഏറ്റവും വലിയ ഒറ്റ കാർപ്പറ്റ്. ഇന്നത് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലാണ് അല്ലെ. അത് ഇറാൻകാരൻ കൊണ്ടുവന്നതാണ്, ഇറാനിൽ നിന്ന് പണി കഴിപ്പിച്ചു കൊണ്ടുവന്നതാണ്. കിസ്റയുടെ കൊട്ടാരത്തിലുണ്ടൊരു വലിയൊരു കാർപ്പറ്റ്. ഇത് നടക്കുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. സാധാരണ കാർപ്പറ്റല്ല. ആ കാർപ്പറ്റ് ഉണ്ടാക്കാൻ കിസ്റ പറഞ്ഞത്, എനിക്കിവിടെ വസന്തം പൂത്തു നിൽക്കുന്നത് കാണണം എന്ന് പറഞ്ഞപ്പോഴാണ്. വസന്തകാലം പോലെ തോന്നുന്ന വിശാലമായൊരു കാർപ്പറ്റ്. അതിൽ പൂക്കളുണ്ട്, അതിൽ നിവർന്നു നിൽക്കുന്ന ചെടികളുണ്ട്. ചെടികൾ സാധാരണ ചെടികളല്ല, ലക്ഷക്കണക്കിന് വരുന്ന മുത്തുകളെ കൊണ്ടുണ്ടാക്കിയ ചെടികൾ, നിവർന്നു നിൽക്കുന്ന ചെടികൾ. അതിന്റെ നടുവിലാ കിസ്റ രാജാവ് തന്റെ സിംഹാസനം വെച്ചിട്ടുള്ളത്. ഇതൊന്നുമല്ല അത്ഭുതം. അതിൽപ്പെട്ട ഒരു മുത്തിന്റെ വില 10,000 ദീനാർ, 10,000 ഗോൾഡ് കോയിൻസ്. 10,000 സ്വർണ്ണ നാണയമാ ഒരു മുത്തിന്റെ വില. അങ്ങനെ 10,000 മുത്തുകളുള്ള കാർപ്പറ്റാണ് കിട്ടിയത്. ഒന്നിന്റെ വില 10,000, 10,000 ദീനാർ. ദീനാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഗോൾഡ് കോയിനാണ്. ദിർഹം എന്നത് സിൽവർ കോയിനാണ്. 10,000 സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ 2-3 തലമുറക്ക് കഴിയാൻ അത് മതി. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കത്തെഴുതി ഖലീഫത്തുൽ മുസ്ലിമീൻ, ഇത് ഒട്ടകപ്പുറത്ത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇത് പീസാക്കണം, കഷ്ണങ്ങളാക്കണം, എന്നിട്ട് റോൾ ചെയ്തിട്ട് കൊണ്ടുവരാം. ആകട്ടെ, അങ്ങനെയാകാം. അങ്ങനെ ഇറാനിൽ നിന്ന് കരമാർഗം ഇറാഖ് വഴി, കുവൈത്ത് വഴി, ജോർഡാൻ വഴി, സൗദി വഴി, സൗദിയിലൂടെ മദീന വരെ കടന്നു വരുന്നു. അറേബ്യയുടെ എന്നും ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഭിമാനിയായ ഭരണാധികാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. 100 കണക്കിന് സഹാബികളുടെ കാഫില വരികയാണ്. ഓരോ ഒട്ടകപ്പുറത്തും കിടക്കുന്നത് ലക്ഷക്കണക്കിന് സ്വർണ്ണ നാണയത്തിന്റെ സ്വത്താണ്. ഒരൊറ്റ ഒന്നെടുത്ത് പോക്കറ്റിലിട്ടാൽ ഒരാൾക്ക് തന്റെ കുടുംബത്തിനും 2 തലമുറക്കും കഴിയാൻ അന്നത്തെ കാലത്ത് അത് മതി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലെത്തി. അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, കിസ്റ രാജാവ് ഇരിക്കുന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്ക് ഇതൊന്ന് വിരിച്ച് കാണിച്ചു തരാം. എല്ലാ കാർപ്പറ്റിന്റെ പീസുകളും അങ്ങ് ചേർത്ത് വെച്ച് അതിന്റെ നടുവിൽ കസേര വെച്ച് ഇങ്ങനെ ഇരുത്തി കാണിച്ചു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുകയാണ്. കാർപ്പറ്റിന്റെ ചുറ്റുഭാഗത്തും നടന്ന് അവസാനത്തെത്തിയപ്പോ പറഞ്ഞു ഒരു വാക്ക്. സ്വഹാബികൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇതുമാത്രം മതി. ഇന്ന ഹൗലാഇൽ ഖൗം ലഉമനാ, ഈ ദൗത്യം നിർവഹിച്ച മുഴുവൻ ആളുകളും സത്യസന്ധന്മാരാണ്. ഒരൊറ്റ മുത്തുപോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഒരൊറ്റൊന്നുപോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിങ്ങൾ മുഴുവൻ ആളുകളും അമാനത്ത് സത്യസന്ധതയുടെ ആളുകളാണ്.
ഇത് മുസ്ലിമിന്റെ അടയാളമാണ്. നിങ്ങൾ അമീനുകളാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുമെന്ന് അമീർ പറഞ്ഞപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു അതിനൊരു അടിക്കുറിപ്പ് കൊടുത്തു. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സത്യസന്ധനായപ്പോൾ നിങ്ങളുടെ അനുയായികളും സത്യസന്ധന്മാരായി. അതിലെന്ത് അത്ഭുതം! മൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സാക്ഷ്യം നിന്നത് 100 സ്വഹാബികൾ ലക്ഷക്കണക്കിന് മുത്തുകളെ കൊണ്ടുവന്ന് കിസ്രയുടെ കൊട്ടാരത്തിൽ നിന്ന് ഷിറാസിൽ നിന്ന് മദീനയിലേക്ക്. സുബ്ഹാനല്ലാഹ്. വൽ അമാനത്തു മഗ്നമൻ, സത്യസന്ധത കിട്ടാക്കനിയായി മാറി. പത്രത്തിൽ പിന്നെ എങ്ങനെ നമ്മൾ ആളുകളുടെ പേര് വരിക? എങ്ങനെയാ പിന്നെ റഹീമും സലാമും ഒക്കെ തട്ടിക്കൊണ്ടുപോകലും തട്ടിപ്പറിയിലും അന്തർസംസ്ഥാന മോഷണ സംഘം പിടിയിൽ എന്നൊക്കെ പറയും. പിന്നെയും കാണാം അതന്നെ, പിന്നെയും കാണാം ആ വാർത്ത. അപ്പൊ എത്ര സംഘായി ഉള്ളത് എന്ന് അല്ലാഹു അലം. എല്ലാത്തിനും കാണാം നമ്മുടെ ആൾക്കാർ. വൽ അമാനത്തു മഗ്നമൻ, ഇത് മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ്. വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകരുത്. തങ്ങൾ 15 വസ്തുതകൾ പഠിപ്പിക്കാൻ പോകുന്നു. ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് ുണ്ട്. ഇതൊക്കെ ഉതിർന്നു വീഴുന്നതാ ഖിയാമത്ത്. നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ തന്നെ ബില്യൺ കണക്ക് പറയാം. 1 ബില്യൺ സ്റ്റാർസ് കൂടുമ്പോൾ ഒരു ഗാലക്സി ആകുന്നു. 1 ബില്യൺ സ്റ്റാർസ്. 10 ലക്ഷം ഉണ്ടാകുമ്പോഴാണ് ഒരു ബില്യൺ ആകുക. അല്ലേ? അല്ല, ഒരു ബില്യൺ 100 മില്യൺ ആകുമ്പോൾ ഒരു ബില്യൺ ആകുന്നു. സുബ്ഹാനല്ലാഹ്. കോടാനുകൂടി നക്ഷത്രം കഴിഞ്ഞ് അപ്പുറത്തണ്ടേ അഷ്റഫുൽ ഖൽഖ് തങ്ങളാ പോയത് മിഅ്റാജിന്റെ രാവിലെ. ഇതൊന്നും അല്ലാഹുവിന് വിലയില്ല, ഇതൊന്നും അല്ലാഹു വകവെക്കില്ല. മുസ്ലിം അവന്റെ സംസ്കാരം പിച്ചു ചീന്തിയാൽ ഇത് പഠിപ്പിക്കുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ചരിത്ര സാക്ഷ്യമാണ് ഖുർആൻ. ഒരുപാട് സമുദായങ്ങളെ അനുസ്മരിച്ചത് ഖുർആനിലൂടെ. അപ്പോ ഒന്ന് സമൂഹത്തിന്റെ പൊതുമുതലുകൾ, അതിന്റെ ചരിത്ര സാക്ഷ്യമാണ് ഖുർആൻ. ഒരുപാട് സമുദായങ്ങളെ അനുസ്മരിച്ചത് ഖുർആൻ. മക്കളെ വാപ്പയും ജ്യേഷ്ഠാനുജന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ വിശ്വസ്തത മുസ്ലിം കുടുംബത്തിന്റെ പ്രത്യേകതയാണ്. ഇത് നഷ്ടപ്പെടരുത്. ഇത് നഷ്ടപ്പെടുത്താനാണുള്ള സംവിധാനം. ഈ സീരിയലുകൾ എന്നൊക്കെ പറഞ്ഞ് എന്താ നടക്കുന്നത്? എന്താ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ഭയങ്കര അത്ഭുതമാണ്. എന്താ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? കൊട്ടാരം പോലെയുള്ള വീടുകളിൽ മുഖം വീർപ്പിച്ച് കണ്ണിനീര് വാർക്കുന്ന പടച്ചോനെ, 5 സെന്റ് വീടൊരു വീട് വെച്ച ജീവിതത്തിൽ സൗഭാഗ്യം ഉണ്ടായെന്ന് വിചാരിക്കുന്നവരാ മനുഷ്യന്മാരൊക്കെ. ഇതല്ല, കൊട്ടാരം പോലത്തെ വീടുണ്ടായിട്ട് എന്റെ ഉള്ളിൽ കരച്ചിലാണ്. കരച്ചിലിന്റെ ആകത്തുക എന്താ? ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ടോ?
ഭർത്താവിന് ഇങ്ങോട്ട് നിന്റെ വയറ്റിലുള്ള കുട്ടി എന്റെ കുട്ടിയാണോ അല്ലേ, ഇങ്ങനെ നാറിയത് സംസ്കാരത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൽ അമാനത്തു മഗ്നമൻ, എന്നിട്ട് കുടുംബങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടായി, വിശ്വാസക്കുറവുകളുണ്ടായി, അപമാനിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ടായി അല്ലേ. വസ്സകാത്തു മഹ്റമൻ, മൂന്നാമത്തേത് സകാത്ത് കടമായി അവശേഷിച്ചാൽ, സകാത്ത് കടം വെക്കേണ്ടതല്ല, കൊടുത്തു തീർക്കേണ്ടതാണ്. 10.5 പവൻ സ്വർണം, 10.5 പവൻ സ്വർണവും അതിലേറെയോ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചാൽ അതിന്റെ 2.5% പിന്നെ ഈ സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട സകാത്താണ്. വിവാഹത്തിന്റെ പേരിൽ, മാമൂലുകളുടെ പേരിൽ ചോദിച്ചിട്ടും അല്ലാതെയും വാങ്ങിക്കൂട്ടുന്ന സ്വർണത്തിൽ സകാത്ത് കൊടുക്കാനില്ലാത്തവർ എത്ര പേര് കാണും? സകാത്ത് മഗ്റമൻ, സകാത്ത് എന്ന് പറയുമ്പോ അത് ഏതൊക്കെയോ മുതലാളിമാർക്ക് മാത്രമുള്ളതാണെന്ന് മനുഷ്യൻ ധരിച്ചു പോകുന്നു. 10.5 പവൻ എന്റെ എത്രയുണ്ടോ ഒരു വർഷം ആഭരണമായി അണിയാതെ സൂക്ഷിച്ചു വെച്ചാൽ, അതിന്റെ ലോക്കറിലാവട്ടെ മറ്റെവിടെയെങ്കിലും ആകട്ടെ, സൂക്ഷിച്ചു വെച്ചാൽ ഒരു വർഷം തികയുന്നതോടുകൂടെ അതിന്റെ 2.5%, 2.5% സകാത്താണ്. ഇത് കൊടുക്കാതെ മുസ്ലിമിന്റെ വീടുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. സകാത്ത് മഗ്റമൻ, ദീപായ നിബിധങ്ങൾ ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുന്ന സകാത്ത് കടമായി അവശേഷിച്ചാൽ, സകാത്തൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആ സ്വർണ്ണമൊക്കെ വിറ്റിട്ട് പ്രോപ്പർട്ടി വാങ്ങിച്ചു, അല്ലെങ്കിൽ അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു, എത്ര കാലം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ കണക്ക് വെച്ച് സകാത്ത് കൊടുത്തു വീട്ടൽ നിർബന്ധമാണ് മുഅ്മിനേ. വസ്സകാത്തു മഗ്റമൻ, സകാത്ത് കടമായി അവശേഷിക്കുന്നത് ഉമ്മത്തിന്റെ നാശമാണ്. നാലാമത്തേത് വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, മതവിദ്യാഭ്യാസം അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ആയിത്തീരുമ്പോ, മതവിദ്യാഭ്യാസം അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിക്കുന്നത്, ആഖിറത്തെ സംബന്ധിച്ച് പഠിക്കുന്നത് ദുനിയാവിനെ വിലപേശാൻ വേണ്ടിയാകുമ്പോ അല്ലേ, ദീന് പഠിക്കുന്നതും ഹദീസ് ഓതുന്നതും ഖുർആൻ ഓതുന്നതും അവരവൻ ചെയ്യുന്ന തോന്നിവാസങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയാകുമ്പോ, ഇതാണ് തുഉല്ലിമ ലിഗൈരിദ്ദീൻ. തോന്നിവാസങ്ങളും വേണ്ടാത്തരങ്ങളും സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ മുഴക്കിന് മുഴമായിട്ട് ഹദീസുകൾ ഓതിയിട്ട് സമൂഹത്തിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ഇൽമ് അല്ലാഹുവിന് ആവശ്യമില്ല. വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയല്ലാതെ മതവിദ്യാഭ്യാസം നേടുന്നത് അപകടമാണ്. ഒരർത്ഥം അതാണ്. മറ്റൊരർത്ഥം വതുഉല്ലിമ, മക്കളെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്, മക്കൾക്ക് വിദ്യാഭ്യാസം നൽകപ്പെടുന്നുണ്ട്, പക്ഷേ ലിഗൈരിദ്ദീൻ, നോൺ റിലീജിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നു. മക്കളെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പറഞ്ഞയക്കാനാണ് എല്ലാവർക്കും താല്പര്യം. +2 കഴിഞ്ഞാൽ പിന്നെ മകന് പിന്നെ എങ്ങനെ ഒരു നല്ല ഹൈ പ്രൊഫഷണലായി തീർക്കാൻ പറ്റും? ആയിക്കോട്ടെ, കുഴപ്പമില്ല, അവർക്ക് ദീന് കൊടുക്കണം, മതവിദ്യാഭ്യാസം കൂടെ കൊടുക്കാൻ സാധിക്കണം. ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച്, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ദീനീ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ കിട്ടാനില്ല, പഠിക്കാൻ ആളുകളില്ല. സുബ്ഹാനല്ലാഹ്. പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ലക്ഷങ്ങൾ കെട്ടിവെച്ചു പോകാൻ ഒരുക്കമാണ്. ഒന്നും വേണ്ട, ഞങ്ങൾ അന്നം കൊടുക്കാം, ഭക്ഷണം കൊടുക്കാം, മക്കളെന്ന് പറഞ്ഞയച്ചാൽ മതി, അങ്ങോട്ട് ആള് കിട്ടാനില്ല. എന്തൊരു പാരഡോക്സ്! സുബ്ഹാനല്ലാഹ്, എന്തൊരു വൈപരീത്യം! എമ്പാടും വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ദീന് മാത്രം കൊടുക്കണില്ല, ബാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്റെ മുഅ്മിനീങ്ങൾ അറിയണം, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്ന ഇനി പറയാൻ പോകുന്ന അടയാളങ്ങൾ ദീനിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുള്ള ആളുകൾക്ക് ഇത് മറികടക്കാൻ കഴിയൂ. സകാത്തിനെ കുറിച്ച് പറഞ്ഞു, അമാനത്തിനെ കുറിച്ച് പറഞ്ഞു, പൊതുമുതൽ, മതവിദ്യാഭ്യാസം. ഇനി തങ്ങൾ പറയുന്നു അഞ്ചാമത്തെ വിഷയം, വഅതാഅ റജുലു ഇംറഅതഹു വഅഖ ഉമ്മഹു വഅദ്നാ സദീഖഹു വഅഖ്സാ അബാഹു. വഅതാഅ റജുലു ഇംറഅതഹു, പുരുഷൻ തന്റെ ഭാര്യയ്ക്ക് അടിമയായി മാറുമ്പോ അത് പാടില്ല. പുരുഷൻ ഭാര്യയ്ക്ക് അടിമയല്ല, ഭാര്യയ്ക്ക് അടിമയായി കഴിയേണ്ട ആളല്ല പുരുഷൻ. അവളുമായി കൂടിയാലോചിക്കേണ്ടവനാണ്, അവളുമായി മുഷാവറ ചെയ്യേണ്ട ആളാണ്. പക്ഷെ അവൾക്ക് അടിമയായിക്കൂടാ. ഭാര്യ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങി, അത് സത്യമോ അസത്യമോ നോക്കാതെ.
സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ പുരുഷനെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പുരുഷൻ യോഗ്യനായതുകൊണ്ടാണ് അല്ലാഹു ഇത് ചെയ്തത്. അതിലൊന്നും ഒരു ഇനീക്വാലിറ്റിയുടെ പ്രശ്നമില്ല. അത് മനുഷ്യന്റെ ഹ്യൂമൻ ബയോളജി തന്നെ അതിന് തെളിവാണ്. എങ്ങനെ ആണും പെണ്ണും ഒരുപോലെ എന്ന് പറയാം? ഏത് ഫെമിനിസ്റ്റുകൾ റോഡിൽ നിന്ന് ചിന്താത വിളിച്ചിട്ട് ഞങ്ങളൊക്കെ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഈക്വാലിറ്റി? മനുഷ്യന്റെ ഫിസിക്സ് അതിനെതിരാണ്. ആണിന്റെയും പെണ്ണിന്റെയും ബയോളജി അതിനെതിരാണ്. പിന്നെ എങ്ങനെ അത് പറയാ? മനുഷ്യന്റെ പുരുഷൻ അല്ലാഹു നൽകിയ അവന്റെ ഫിസിക്കലും അവന്റെ ഇമോഷനിലും അവന്റെ സൈക്കിക് ഈ വിഷയങ്ങളിലൊക്കെയുള്ള സ്ട്രെങ്ത് അത് സ്ത്രീക്ക് ലഭ്യമല്ല. എന്തുകൊണ്ട്? അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള വൃത്തമൊന്ന് വേറെയാണ്, പുരുഷന് നൽകിയത് ഒന്ന് വേറെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرجال قوامون على النساء بما فضل الله بعضهم على بعض على بعض وبما أنفقوا. പുരുഷൻ അല്ലാഹു സ്ത്രീകളുടെ മേൽ അധികാരം നൽകിയത് ഒരു കാരണം അവൻ നിക്കാഹ് ചെയ്തത് മഹർ കൊടുത്തതിന്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്. സ്വർണം കൊടുത്ത് പെണ്ണിനെ സ്വീകരിക്കുന്നതാണ് ഇസ്ലാമിന്റെ നിക്കാഹ്. പെണ്ണിനോട് ചോദിച്ചു വാങ്ങലല്ല, സ്വർണം കൊടുത്ത് പെണ്ണിനെ സ്വീകരിക്കൽ. അങ്ങനെ നിക്കാഹിന് വേണ്ടി മഹർ കൊടുത്തവൻ പുരുഷനാണ്. വബിമാ അൻഫഖു, അവളുടെ താമസവും അവളുടെ ഭക്ഷണവും അവൾക്കുള്ള പാർപ്പിടവും കൊടുക്കേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ്. അതിന്റെ പേരിലും ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, അല്ലാഹു ചിലർക്ക് ചിലരെക്കാൾ ഒരു പ്രയോറിറ്റിയും സുപ്പീരിയോറിറ്റിയും കൊടുത്തിട്ടുള്ളതിന്റെ പേരിലും പുരുഷനാണ് കൈകാര്യകർത്തൃത്വം, സ്ത്രീയുടെ കയ്യിലല്ല. അത് പെണ്ണിന്റെ കൈകളിലേക്ക് വരുമ്പോൾ ഹദീസ് വളരെ വ്യക്തമാണ്. ലൻ യുഫ്ലിഹ ഖൗമുൻ, ഒരു സമൂഹത്തിന് വിജയം വരികയില്ല. വല്ലൗ അംറഹും ഇംറഅ, അവരുടെ കാര്യം ഒരു പെണ്ണിനെ ഏൽപ്പിച്ചാൽ ആ സമൂഹത്തിന് വിജയം വരികയില്ലെന്ന് ഹദീസുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹോദരിമാർ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അല്ലാഹു നിങ്ങളെത്ര ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. ഒരു പെണ്ണും ജോലിക്ക് പോകണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങാനും ഒരു സാഹചര്യം അങ്ങനെയായി, ഭർത്താവ് പാരലൈസ് ആയിപ്പോയി, ഭർത്താവിന് ഒരു ജോലിയും എടുക്കാൻ പറ്റാതെയായിപ്പോയി, ഇങ്ങനത്തെ സാഹചര്യത്തിൽ അല്ലാഹു അനുവദിച്ച രീതിയിൽ അവൾക്ക് ജോലിക്ക് പോകാമെന്നല്ലാതെ ഭർത്താവ് വീട്ടിലിരുന്ന് ഭാര്യയോട് നീ ജോലിക്ക് പോയിട്ട് അധ്വാനിച്ചു കൊണ്ടുവാ എന്ന് പറയാൻ പുരുഷന് പാടുള്ളതല്ലെന്ന് പറയുന്ന മതം അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം മാത്രമാണ്. ഇത് പറഞ്ഞിട്ടുള്ള മതമാണ് ഇസ്ലാം. പാടില്ല. പുരുഷനാണ് അധ്വാനിക്കേണ്ടത്. ഇത് കൊള്ളാൻ പുരുഷനോടാ പറഞ്ഞത് പെണ്ണ് പുറത്തിറങ്ങണ്ട. വലാ തബർറുജന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, നിങ്ങൾ ഷോപ്പിംഗ് മാളുകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഷോപ്പുകളിൽ കയറി സെയിൽസ്മാൻമാരോട് ചിരിച്ചു കളിച്ച് വർത്തമാനം പറഞ്ഞ് ഷോപ്പിംഗ് നടത്തി അങ്ങാടി തെരുവുകളിൽ തിരക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല പെണ്ണെ, നിനക്കത് പാടില്ലെന്ന് പരിശുദ്ധ ഇസ്ലാം. പിന്നെ എന്തേ കൈകാര്യകർത്തൃത്വം പെണ്ണിന്റെ കയ്യിലേക്ക് വന്നത്? പ്രവാസ ജീവിതമൊക്കെ അതിനൊരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. ഗൾഫുകാർ കുറെ ഉണ്ടാകുമ്പോ അതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ ഹദീസിൽ പറഞ്ഞ സംഭവം. കുറെ കാലം ഭർത്താവ് നാട്ടിലെ, പിന്നെ ഇപ്പൊ കാര്യങ്ങൾ നടത്തല് പെണ്ണല്ലേ, അല്ല അപ്പൊ ആണുങ്ങളില്ല, മക്കൾ 18ആയവരൊക്കെ കയറിപ്പോയി, പിന്നെ ഇവിടെ ആരും ബാക്കിയില്ല. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ കയ്യില. പിന്നെ എങ്ങാനും ഒരു 20, 25, 30 കൊല്ലം കഴിഞ്ഞ് വന്ന നിങ്ങളുടെ മൂലക്കെ ഇരുന്നോ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. ഇത് പറയുന്ന പെണ്ണുങ്ങളുണ്ട്, പറഞ്ഞ പെണ്ണുങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയിൽ എനിക്കറിയുന്നൊരു സംഭവം തന്നെ ഉണ്ട്. മക്കളൊക്കെ കെട്ടിച്ചയച്ചിട്ട് മക്കൾക്ക് നല്ലൊരു പുതിയാപ്പിള്ളയും കൊടുത്തിട്ട് ഭാര്യയ്ക്ക് തോന്നി ഭർത്താവിന്റെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ഒന്നും പോരാണ്. നമ്മൾ കാസർഗോഡ് ജില്ലയാണല്ലേ, കണ്ണൂർ ജില്ലയിലാണ് ആളുള്ളത്. പാവം പടച്ചറപ്പേ, എന്തൊരു അപായപ്പെടുത്തുന്ന സൂചനകൾ. പെണ്ണ് പറയുന്ന നാട്ടിൽ വരണ്ട. സ്വന്തം ഭാര്യയുടെ കൂടെ മക്കളും ചേർന്ന പോലെ ഈ പച്ചപ്പാവം കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുകയാണ്. ഇന്ന് അദ്ദേഹം വിദേശത്താണ്. ഭാര്യ വരങ്ങൾ ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ മരുമകനോടൊക്കെ സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണം, നിങ്ങളുടെ 4ാം ക്ലാസ് വിദ്യാഭ്യാസമൊക്കെ പുറത്തിയാടും. അതുകൊണ്ട് വല്ലാതെ വർത്താനം പറയണ്ട. ആരോട്? സ്വന്തം പെണ്ണിന്റെ പുതിയാപ്പിള്ളയോട്. ആര് പറയാ? 5ാം ക്ലാസ് പാസ്സാകാത്ത പെണ്ണ് പറയാ. സുബ്ഹാനല്ലാഹ്. പെണ്ണിന്റെ കൈകളിലേക്ക് അധികാരം വന്നു ചേർന്നപ്പോ പുരുഷന് പിന്നെ ഒന്നുമല്ലാത്തവനായി തള്ളിക്കളഞ്ഞ് നീയൊന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നടത്തിക്കൊള്ളാം
ഇത് എന്റെ ഉമ്മത്തിൽ വരാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ആലോചിക്കണം. ഒരു പെണ്ണ് വീട്ടിലേക്ക് കയറി വന്നതിന്റെ ശേഷം, വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം എങ്ങനെയാണ് കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത്? ഭാര്യ പറയാണ്, നിങ്ങളുടെ ഉമ്മ മോശമാണ്, നിങ്ങളുടെ വാപ്പ മോശമാണ്, നിങ്ങളുടെ ജ്യേഷ്ഠൻ മോശമാണ്, നിങ്ങളുടെ പെങ്ങൾ കൊള്ളരുതാത്തവളാണ്, അവരോടൊന്നും നമുക്ക് സംസാരിക്കേണ്ട, മിണ്ടണ്ട, ബന്ധം വേണ്ട, നമുക്ക് വേറെ വല്ല വാടക വീട്ടിലും പോയി താമസിക്കാം. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഈ ഭർത്താവ് തൊണ്ട തൊടാതെ വിശ്വസിക്കുകയും കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഭാര്യയ്ക്ക് മാത്രം ചെവി കൊടുക്കുകയും ചെയ്യുന്നത്, അതാണ് ഈ ഹദീസിന്റെ സാരം. ഞാൻ എന്റെ അഭിപ്രായമല്ല പറയുന്നത്, ഹദീസ് പറയുന്നു. ഒരു പെണ്ണ് പറയുന്ന ഖൈറും ശർറും നോക്കാതെ ഭർത്താവ് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. وعك أمه وأدنى صديقه وأقصى أباه. വാപ്പയെ അകറ്റി നിർത്തുകയും സുഹൃത്തുക്കളെ അടുപ്പിക്കുകയും ചെയ്തു, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുകയും ചെയ്തു. 3 കാര്യം നിബിധങ്ങൾ പറഞ്ഞു. അതിന്റെ ഇടയിൽ ഒരു സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു. സുഹൃത്തുക്കളെ അടുപ്പിച്ചു, ഉമ്മയെ വേദനിപ്പിച്ചു, വാപ്പയെ ആട്ടിയോടിച്ചു. സുഹൃത്തുക്കളെ അടുപ്പിച്ചത് മോശമായിട്ടല്ല, അത് ചെയ്ത് ഈ മനുഷ്യൻ സ്വന്തം വാപ്പയെ അകറ്റി നിർത്തി. സുബ്ഹി നിസ്കാരത്തിന് പോകുന്ന ആൾക്കൂട്ടമാണ് പന്തക്കാടിനുള്ളിൽ അനക്കം കണ്ടപ്പോ ടോർച്ചടിച്ചു നോക്കിയത്. നോക്കുമ്പോ കാണുന്ന വൃദ്ധനായ, എഴുന്നേൽക്കാൻ പറ്റാത്ത 80 കഴിഞ്ഞ ഒരു വൃദ്ധനായ മനുഷ്യൻ പൊന്തക്കാട്ടിൽ കിടക്കാൻ. സുബ്ഹിക്ക് നിസ്കാരത്തിന്റെ പള്ളിയിലേക്ക് പോകുന്നവർ എന്താണ് ഒരു അനക്കം കടിഞ്ഞു നോക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ സംഭവമല്ലേ. നോക്കുമ്പോ 80 കഴിഞ്ഞ വൃദ്ധനായ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? തൊട്ടപ്പുറത്ത് വൃദ്ധസദനമാണ്. കണ്ണീരോടുകൂടെ എത്രമാത്രം കുഞ്ഞുപ്രായത്തിൽ സ്വന്തം മകനെ കൈപിടിച്ചു കൊണ്ടുപോയി വേണ്ട മിഠായിയും ആവശ്യമുള്ളതും വാങ്ങിച്ചു കൊടുത്ത സ്വന്തം വാപ്പയാണ്. വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോ തന്റെ വാപ്പയെ വൃദ്ധസദനത്തിന് കൊണ്ടുവന്നപ്പോ വൃദ്ധസദനത്തിന്റെ ഗേറ്റ്മാൻ രാത്രി ഉറക്കത്തിലാണ്. അത് ഉണർത്താൻ കഴിയാതെ വന്നപ്പോ രാത്രി 3 മണി നേരത്ത് തന്റെ സ്വന്തം മകൻ വാപ്പയെ വാഹനത്തിൽ നിന്ന് താഴെ ഇറക്കി ഇട്ടേച്ചു പോയ അനുഭവം നമ്മുടെ നാട്ടിൽ മുസ്ലിം കുടുംബത്തിൽ സംഭവിച്ചത് എത്രമാത്രം സങ്കടകരമാണ്. ഇതിനെക്കുറിച്ചാണ് ഹബീബ് പറയുന്നത്, വഅക്ക ഉമ്മഹു, ഉമ്മയെ വേദനിപ്പിക്കുകയും സ്വന്തം മാതാവിനെ അനുസരിക്കേണ്ടതിന്റെ, മാതാവിനെ സ്നേഹിക്കേണ്ടതിന്റെ ബാധ്യത മനസ്സിലാക്കി തരുന്ന മതം പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഒരു മെഡിസിൻ പഠിക്കുന്നതിലും ഇത് ചർച്ചാ വിഷയമല്ല. എഞ്ചിനീയറുകാരന്റെ എഞ്ചിനീയറിംഗിൽ ഇത് വിഷയമല്ല. ഇത് ബിടെക്കിന്റെ ചർച്ചാ വിഷയമല്ല. ഇത് എയറോനോട്ടിക്കൽ പഠിക്കുന്നവന്റെ ചർച്ചാ വിഷയമല്ല. ഇത് കാറ്ററിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നതിന്റെ ചർച്ചാ വിഷയമല്ല. ഇത് ഒരു മോറൽ സയൻസും പറയൂല. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ പോലെ നിന്റെ മാതാവിന്റെ കാലിന്റെ താഴെ സ്വർഗമാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം. സ്വർഗം കിട്ടണോ? നിന്റെ മാതാവിന്റെ ഖിദ്മത്ത് ചെയ്യുന്നു. അല്ലാഹുവിന് വേണ്ടി ഞാൻ മരിക്കാൻ പോകട്ടെയോ നബിയേ, എനിക്ക് രക്തസാക്ഷിത്വത്തിന് അനുമതി തരുമോ എന്ന് ചോദിച്ചു വന്ന ആളിനോട്, സുഹാബിയോട്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയേ. എത്ര പേർ? 2 പേരുമുണ്ട്. എന്നിട്ട് നിനക്ക് ജ്യേഷ്ഠാനുജന്മാരുണ്ടോ? ഞാനൊരു മകൻ മാത്രമുള്ളൂ. എന്നിട്ട് നിന്റെ മാതാപിതാക്കളെ വീടുകളിൽ തനിച്ചാക്കി നീ ഒറ്റയ്ക്ക് രക്തസാക്ഷിയായി പോയി സ്വർഗത്തിലെത്തുന്നതിനേക്കാൾ നിനക്ക് മഹത്വം നിന്റെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് ചെന്ന് ഖിദ്മത്ത് ചെയ്യലാണെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിയുടെ ദീനിന് മാത്രമേ ഈ സംസ്കാരം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് മതവിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞത്. മാതാവ് നമ്മളോട് എത്ര മോശമായി പെരുമാറിക്കോട്ടെ, മാതാവിനോട് അങ്ങോട്ട് നന്നായി പെരുമാറാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഉമ്മമാർ മക്കളോട് മോശമായിട്ട് പെരുമാറരുത്. അവരങ്ങനെ ചെയ്താൽ പോലും നമ്മൾ അങ്ങോട്ട് നന്നായി പെരുമാറാൻ കടപ്പെട്ടവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ നബിയുടെ വീട്ടിലിരിക്കുന്നു. ആയിഷ ബീവി നബിയുടെ ഭാര്യയാണ്. അസ്മാ എന്നവർ ആയിഷ ബീവിയുടെ സഹോദരിയാണ്. അവിടെ ഇരിക്കുമ്പോ അവരുടെ മാതാവ് വന്നു, ഉമ്മു റൂമാൻ. അവരെന്ന് മുസ്ലിമല്ല.
ഹബീബിനോട് ചോദിച്ചു നബിയെ, അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു നബിയെ, എന്റെ ഉമ്മു റുമാൻ വന്നു നിൽപ്പുണ്ട് വാതിൽക്കൽ, എന്നോട് വല്ലതും ചോദിക്കാൻ വന്നതാണ്. എന്റെ ഉമ്മാക്ക് ഞാൻ മറുപടി കൊടുക്കേണ്ടതുണ്ടോ നബിയെ? അവർ മുസ്ലിമത്തല്ലല്ലോ. ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുർആൻ പഠിപ്പിക്കുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ മനുഷ്യ, നിന്റെ കാരുണ്യത്തിന്റെ താഴ്മയുടെ എളിമയുടെ ചിറകുകൾ നിന്റെ മാതാപിതാക്കൾക്ക് നീ താഴ്ത്തിക്കൊടുക്കണം. വഖുൽ, നീ പറയുകയും വേണം, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, കൊച്ചു കുഞ്ഞായിരുന്നപ്പോ, എനിക്ക് സ്വന്തമായിട്ട് ഒന്നിനും കഴിയാതിരുന്നപ്പോ എന്നോട് കാരുണ്യം കാണിച്ച പോലെ എന്റെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യ് റബ്ബേ എന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കണമെന്ന് ശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ അംറ വുജൂബിനാണ്, നിർബന്ധാണെന്ന് അങ്ങനെ ദുആരക്കൽ. എന്റെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യ് റബ്ബേ എന്ന്. എന്തേ കാരണം? അവർ ചെറുപ്പത്തിൽ എന്നോട് റഹ്മത്ത് ചെയ്തവരാണ്.